ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വിഷു തലേന്നത്തെ നമ്മളെ പരിപാടീസ് തുടങ്ങാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളെ പൂക്കുറ്റി, കമ്പിത്തിരി, നെൽച്ചക്രം എന്നിവയിലെ കലാപരിപാടികളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ പൂക്കുറ്റിയൊക്കെ കത്തിക്കുമ്പോൾ നല്ല അടിപൊളിയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു ബാക്കിലൊരാളെ കണ്ടല്ലോ. അയാൾക്കും കുഴപ്പമൊന്നുമില്ല, അയാളും നല്ല 2 കൊല്ലം മുമ്പേ ചെറിയൊരു കരച്ചിലും പിടിച്ചിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ വലുതായി, അംഗനവാടിയിൽ പോകുന്ന കുട്ടിയാണ്, നല്ല ധൈര്യശാലി. അപ്പോൾ ആ കമ്പിത്തിരിയൊക്കെ പിടിക്കാൻ വേണ്ടി പേടിയുമേ ഉണ്ടായിട്ടില്ല. ഈ പ്രായത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു പേടിയാണ്. ഞാൻ വലിയ പ്രായത്തിലെത്തുമ്പോഴാണ് ഇതൊക്കെ സ്വന്തം ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അതിലുപരി ഇവൻ ഈ പ്രായത്തിൽ ചെയ്യുന്നത് ഭയങ്കര ബ്രേവ് ആണ് ഇത്. അതുകൊണ്ട് അങ്ങനെ ആയിക്കണം. ആണുങ്ങൾ മാത്രമല്ല, എല്ലാ പെൺപിള്ളേരും നല്ല ബ്രേവ് ആവണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ നമ്മളെ ചരണൂട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് വന്ന് ഇപ്പോൾ കത്തിക്കാൻ വേണ്ടിയെല്ലാം കൂടിയിനി. നെൽച്ചക്രം ഓൻ തന്നെയാണ് മുറ്റത്തവിടെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് ഞാൻ കത്തിക്കൂ. ഇത് ഞാൻ നിലത്തൊന്ന് കാണിക്കാൻ വേണ്ടി പൂക്കുറ്റി വെച്ചാണ് മുറ്റത്ത്. നമ്മൾ ഗേറ്റിൻ്റെ തൂണിൻ്റെ മുകളിലാണ് വെക്കൽ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഓനറിയാം അടുത്തൊന്നും പോകാൻ പാടില്ല അത്. അപ്പോൾ ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് എല്ലാം. പിന്നെ വിഷുവിന് അധികം നമ്മൾ പടക്കം വാങ്ങാറില്ല, ഇങ്ങനെ തന്നെ വാങ്ങലൂ. ഇത് എന്തെന്ന് ആദ്യം ഇങ്ങനെ ഇത് കണ്ടിട്ട് കുറച്ച് പേടിച്ച് പോയിനി. അത് കുഴപ്പമില്ല, പേടി ആയാലൊന്നും നമ്മളൊന്നും നടക്കാൻ പറ്റൂലല്ലോ. നമ്മളിപ്പോൾ എന്ത് കാര്യമാണോ പേടി അത് തന്നെ ചെയ്ത് നോക്കണം എന്നാണ് പറയാറ്. അപ്പോൾ അതിൻ്റെയൊക്കെ അമ്മ ബാക്ക്ഗ്രൗണ്ട് അതിൽ കൈ പൊളിക്കല്ലേ, അങ്ങനെ ആരും പൊളിക്കൊന്നുമില്ലല്ലോ. നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ. ഇപ്പം വലിയ മക്കളായാലും നമ്മൾ സൂക്ഷിച്ചേ ആക്കാൻ പാടുള്ളൂ. ഇപ്പം എനിക്കായാലും സൂക്ഷിച്ചേ ഇങ്ങനെ കത്തിക്കാൻ പാടില്ലൂ. അപ്പം ഓൻ പിന്നെ എന്താണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ. അപ്പോൾ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അല്ല, ഏറ്റവും ചെറുതല്ല, ഇപ്പം 3.5 വയസ്സ് കഴിഞ്ഞു. അംഗൻവാടിയിൽ കുട്ടികളെല്ലാം ഇപ്പം കത്തിക്കാൻ തുടങ്ങിയല്ലോ. അങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം വീഡിയോ ഇവൻ കണ്ടിരുന്നു ഇത് ഇങ്ങനെ കത്തിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിന് മുമ്പേ അവന് ഇത് കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ആദ്യം അവർ കത്തിക്കുമൊന്നുമില്ല പിടിച്ചാലും കത്തിക്കൂല അത്. പക്ഷേ നമ്മൾ കൈമിൽ പിടിച്ച് കൊടുത്തേനും കത്തിക്കുന്നുണ്ട്, ഒറ്റക്കും ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു മെമ്മറബിൾ വിഷയമായിരുന്നു. നല്ല ഇത് നമുക്ക് ഇന്നലെ അതായത് ഇന്ന് 14-ാം തീയതി, 15-ന് വിഷുവിൻ്റെ കണീൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഇതിൻ്റെ എൻഡിലുണ്ട് നമ്മളെ കണി വെച്ച സംഭവങ്ങൾ. അപ്പോൾ ഓനും ഭയങ്കര എന്നാ പറയുക, വിഷു വൈബ്. ഇവിടെയെല്ലാം അധികം ഇങ്ങനെ അപ്പുറം ഇപ്പുറമെല്ലാം പൊട്ടുന്ന ഒച്ചയും വടി വാങ്ങുന്നു. നമുക്ക് വടി വാങ്ങേണ്ട ആവശ്യമേ വരത്തില്ല, കാരണം അപ്പുറത്ത് റോഡ് മുതലെല്ലാം പൊട്ടിക്കും. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. വീട്ടിൽ നിന്നൊക്കെ പൊട്ടിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ജംഗ്ഷനാണ്. പണ്ടെല്ലാം ഭയങ്കര പൊട്ടിക്കലാണ്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് വരുമോയെന്നറിയില്ല. പക്ഷേ ഇന്നലെ നമ്മൾ തകർത്തി തിമിർത്തി എൻജോയ് ചെയ്തു. കമ്പിത്തിരി ഇല്ലാത്തിരി പുത്തിരി കമ്പിത്തിരി വേണോ മത്താപ്പൂ. പാട്ടെനിക്കറിയില്ല, വേർഡ്സ് അറിയില്ല, പാടാനും അറിയില്ല. അപ്പോൾ 2K26 അതായത് 2026 വിഷു ആഘോഷമാണ്. ചരണും ഞാനും അമ്മമ്മയും. അമ്മമ്മ പിന്നെ അങ്ങനെ കത്തിക്കാൻ നിന്നിട്ടില്ല. അമ്മമ്മ അവിടെ ഇരിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഞാൻ അമ്മേൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം നമ്മൾ നെൽച്ചക്രത്തിൻ്റെ ഓട്ടാണ് ഇപ്പോൾ ഉള്ളത്. അവൻ പിന്നെ ഓൻ തന്നെ വെക്കുമായതിന് ഞാൻ വെക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ ചെറിയ ആഘോഷങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ വിഷു.
ഗായ്സ് ഇതാണ് നമ്മളെ വിഷു, അതായത് നമ്മളെ 15-ാം തീയതി, അതായത് ഇന്നത്തെ വിഷുക്കണി നമ്മൾ ഒരുക്കിയ വിഷുക്കണിയാണിത്. അപ്പോൾ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്, എൻജോയ്. ഒക്കെയും കൂടി എല്ലാവരോടും ഹാപ്പി വിഷു, ബായ്.